ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ റമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അബി ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കാരണം ശ്രീനാഥ് വർഷയെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ തനിക്കൊരു ജീവിതം വേണ്ടേ, എന്നും ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതിയോ എന്നാണ് അബി തീരുമാനിക്കുന്നത് കേട്ടോ. അങ്ങനെ ശ്രീയെ കണ്ട കാര്യം വർഷയോട് ഇപ്പോൾ പറയണ്ട, അവരുടെ തീരുമാനം എന്താണെന്ന് നോക്കട്ടെ, വിവേകുമായിട്ടുള്ള വിവാഹം എങ്ങനെ നടക്കും നോക്കട്ടെ. അതിനുശേഷം തന്നെ അഞ്ചു പറയുന്നുണ്ട്, ഇന്നെന്താ തട്ടുദോഷമൊന്നും കിട്ടിയില്ലേ, അയാളെ കാത്തു നിന്നിട്ട് ഇന്ന് അയാളെ കാണാൻ സാധിച്ചില്ലേ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൗനമായിട്ട് മറുപടിയായിട്ട് നമ്മുടെ അബി എന്ത് പറയണമെന്ന് അറിയാതെ പോകുന്നു കേട്ടോ. പിന്നീട് വർഷയും വിവേകും കൂടി സ്വകാര്യമായിട്ട് സംസാരിക്കുന്ന കാണുന്നുണ്ട്. വർഷയ്ക്ക് വിവേകിനോടുള്ള സ്നേഹം കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന അബി ഇനിയിപ്പോൾ എന്തിനാണ് ശ്രീനാഥിൻ്റെ കാര്യം വിവേകിനോട് പറയുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവളെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കും വേണ്ട ഇനി ഒരു ജീവിതം, അതുകൊണ്ട് ഇനി അത് ഒരിക്കലും പറയണ്ട എന്ന രീതിയിൽ തന്നെ കേട്ടോ അബി ചിന്തിക്കുന്നത്. കാരണം അബിയുടെ ഭാഗത്തും ന്യായമുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു മോളുടെ വീട്ടിൽ, അതായത് ആച്ചയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വർഷ. അതിനുശേഷം തന്നെ അവിടെ വെച്ചിട്ട് എനിക്ക് വിശക്കുന്നു ആൻറ്റി, എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്നു ആ കുഞ്ഞിട്ടോ. തൻ്റെ കയ്യിലുള്ള ഭക്ഷണം ആ കുഞ്ഞു മോൾക്ക് കൊടുക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ വർഷയ്ക്ക് അറിയണമെന്നുണ്ട്. അവൾ ആരാണ്, എങ്ങനെയാണ്, എന്താണെന്നൊക്കെ അത് വരുന്ന എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. പക്ഷേ നമ്മുടെ വർഷയായിട്ട് എന്തൊരു കണക്ഷനുള്ള ഒരു കുഞ്ഞു മോളാണെന്നുള്ളത് മനസ്സിലായി കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ കഴിയുന്നത്. എപ്പിസോഡായിട്ട് കാണാം.